നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്ന വഴി ഒന്നും അറിയാതെ പാവ ആന്റിയെ മഹിയിട്ട് വഴക്കു പറഞ്ഞില്ലേ? അതും ഇന്നലെ കയറി വന്ന ഗംഗയ്ക്ക് വേണ്ടിയിട്ട്. ഗംഗ ഇന്നലെ കയറി വന്ന ആളാണെന്ന് ശ്രേയോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവർക്കും മുമ്പേ അവളാ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്ന് എല്ലാം സഹിക്കുന്നതും എനിക്കും എന്റെ മോൾക്കും വേണ്ടി തന്നെയാ. അപ്പൊ അവൾക്ക് വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതിന് അവളെ ആരും വേദനിപ്പിച്ചതല്ലോ, അവളെ സഹായിക്കാനല്ലേ നോക്കിയത്. മഹിക്കറിയാലോ ഗംഗയുടെ എന്ത് ആത്മാർത്ഥതയാ നാത്തൂൻ കാണിക്കുന്നെന്ന്. അവളുടെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളെല്ലാം നാത്തൂൻ ഇപ്പോഴേ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതെ മഹിയേട്ടാ, ആന്റിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. മഹിയേട്ടനൊന്ന് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്ക. അല്ലെങ്കിൽ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് പൊറുക്കില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ ഞാനത് പറയും. അതൊരിക്കലും മുഖം നോക്കിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതി എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിനും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിനും യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അതൊക്കെ ശരിയാ. മഹിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അതൊക്കെ ശരിയായിട്ട് തോന്നും. പക്ഷെ മഹി നാത്തൂന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഓർക്കണം. ആ പാവം നെഞ്ചു തകർന്ന് അവിടെ നിൽക്കുന്നേ. അതെ, ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹിക്കാൻ പറ്റിയില്ല. രേഷ്മിയോ രാഹുലോ ആണ് നിന്റെ സ്ഥാനത്തെങ്കിൽ നാത്തൂന് ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു. ഇത് മഹിയായി പോയില്ലേ? അതൊന്നുമല്ല മഹി എന്റെ പേടി. സങ്കടം സഹിക്കാൻ വയ്യാതെ നാത്തൂൻ ഇനി വല്ല കടുങ്കയും ചെയ്യുവോന്നാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നാത്തൂന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. മഹിയേട്ടനൊന്നങ്ങോട്ട് ചെന്ന് ആന്റിയെ സമാധാനിപ്പിക്ക്. ആന്റിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും മഹിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് ക്ഷമിക്കില്ല. ചെല്ലു മഹി, നിന്നെ പ്രസവിച്ചതല്ലെങ്കിൽ നിന്റെ അമ്മയാത്. ആ അമ്മയുടെ മുന്നിലൊന്ന് താണതുകൊണ്ട് നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കതിന് അമ്മയോട് സംസാരിക്കുന്നതിനോ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിനോ മടിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? എങ്കിൽ പിന്നെ ചെന്ന് നാത്തൂനെ സമാധാനിപ്പിക്കും. പിന്നെ മഹിയേട്ടന് ഒരു കാര്യം കൂടെ ഓർക്കണം. നാളെ നകുലുമായുള്ള വിവാഹം കഴിഞ്ഞ ഗംഗ ഈ വീട് വിട്ടു പോവും. പിന്നെ ഗംഗയ്ക്ക് മേൽ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. അപ്പോഴും എന്നും മഹിയേട്ടനും മാളുവിനും ഒപ്പം ഉണ്ടാവേണ്ടത് ഞാനും ആന്റിയൊക്കെ തന്നെയാ. നീ വാ മോളെ, നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനിയൊക്കെ മഹി ഇഷ്ടം പോലെ ചെയ്യട്ടെ. വിവരവും പക്വതയൊക്കെ നന്നായിട്ടുള്ള ആളല്ലേ മഹി. ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ മഹിക്കറിയാം. അതെ, എന്തായാലും മഹിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നമ്മള് പറഞ്ഞത് ഏറ്റു. അതെ, ആന്റിയുടെ അടുത്തേക്കുള്ള പോക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.